Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala asyrafil makhluqin wa ala alihi wasahbihi ajmain. Amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ അസ്ലബ് മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ ഉദ്ദേശം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ്. അതിനെനിക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യം തന്നെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം. അള്ളാഹു തന്റെ ഖുർആനിലൂടെ ആദ്യമായി പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയെ, താങ്കൾ വായിക്കുക, താങ്കളെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്ന ഖുർആനിക വചനം പോലും നമ്മോട് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചാണ്. സമാധാനമേൽ ചേൽത്തരും ആർട്ടിഫിസ്റ്റുമായ മലാല യൂസുഫ് സാഹിബ് ഐക്യരാഷ്ട്രസഭയിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഒരു പേനയ്ക്ക്, ഒരു പുസ്തകത്തിന് ഈ ലോകം തന്നെ മാറ്റിമറിക്കാനാകും. സുഹൃത്തുക്കളെ, വിദ്യയിലൂടെ നാം കരസ്ഥമാക്കുന്നതിലെ പകുതിയിലൊരംശം പോലും വിദ്യയിലല്ലാതെ നമുക്ക് നേടിയെടുക്കാനാവുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വാളുകൊണ്ടും രക്തം കൊണ്ടും കീഴടക്കിയ സാമ്രാജ്യങ്ങളും ആശയങ്ങളും ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? അതേസമയം അറിവും നിറവും കൊണ്ട് ലോകത്ത് പ്രചരിച്ച ആശയങ്ങൾ കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുന്നു. കാരണം എന്താ? വാളുകൊണ്ട് മൃഗീയ പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രചാരം നേടുന്നത്. എന്നാൽ തൂലിക കൊണ്ടും അറിവ് കൊണ്ടും പ്രകാശിക്കുന്ന സ്വർഗവസന്തങ്ങൾ ലോകത്തിന്റെ നാലാദിക്കുകളിലും പ്രകാശിക്കുന്ന വിളക്കുകളാണ്. കുമിഞ്ഞുകൂടിയ സമ്പാദ്യങ്ങൾക്കും ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും കീഴടക്കാവുന്നതിനപ്പുറം വിദ്യയിലൂടെ നമുക്ക് നേടിയെടുക്കാനാകും. സുഹൃത്തുക്കളെ, ആധുനിക വിദ്യാഭ്യാസത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? സ്കൂളുകൾ, കോളേജുകൾ, മറ്റു വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഇവക്കൊന്നും ഇവിടെ പഠനമില്ല. എന്നാൽ നമുക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാനാവുന്നുണ്ടോ? വാല്യബിൾ എഡ്യൂക്കേഷൻ എന്ന് നാം പറയുന്ന മൂല്യവർത്തായ വിദ്യാഭ്യാസം നമുക്ക് ആർജിച്ചെടുക്കാനാവുന്നുണ്ടോ? ഇല്ല എന്ന് നാം പറയും. കാരണം എന്താ? വക്തരിക്കപ്പെടുന്ന അസുരകാലമാണിത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന മൂല്യവക്തായ വചനത്തെ വളച്ചൊടിക്കുന്ന കാലമാണിത്. വിദ്യ എന്നുള്ളത് വെറും ധനത്രോജസ് മാത്രമാക്കി മാറ്റിയ വിഡ്ഢികളുടെ കാലമാണിത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര സ്കൂളുകളും കോളേജുകളുമാണ് നമ്മുടെ ഈ ചുറ്റുപാടിലുമുള്ളത്. എന്നാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മൂല്യച്യുതി വകുപ്പിട്ടിരിക്കുകയാണ്. നിയമം പഠിച്ചവൻ തന്നെ നിയമം ലംഘിക്കുന്നു. ധർമ്മം പഠിച്ചവൻ തന്നെ പൗരത്വത്തിനെതിരായി ജീവിക്കുന്നു. ഇത്രയെങ്കിൽ വാക്കുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നായി മാറിയിരിക്കുന്ന ഈ പുതുതലമുറയിലെ വിദ്യാഭ്യാസ രീതികൾ. ആധുനിക മനുഷ്യൻ വിദ്യയും കൊണ്ട് ആകാശത്തു കൂടെ പറവയെ പോലെ പറക്കാനും മീനിനെ പോലെ കടലിനടിയിലെ നീന്തുവാനും സാധിക്കും. എന്നാൽ മനുഷ്യനെ പോലെ രണ്ട് കാലുകളിൽ ഈ ഭൂമിയിലൂടെ നടക്കാനാവുന്നില്ല എന്ന സ്വാമി വിവേകാനന്ദത്തിന്റെ അർത്ഥവത്തായ വാക്കുകൾ കൊണ്ട് ഞാനിവിടെ സംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.